നൈറ്റ് വിഷൻ കാര്യം കുറച്ച് പ്രശ്നമുള്ളതേ ഉള്ളൂ. അല്ലാതെ വോയിസിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇതുവരെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ശ്രീശൈലം, പക്ഷെ ഇല്ലടാ, ഒരിക്കലും അല്ലടാ. ശ്രീധന്യ പോലും ഇതിന്റെ കാട്ടിന്ന് കിടിലോ. 9:16 കാണാൻ പറ്റത്തില്ല, പക്ഷെ മറ്റേ 1:1 കണക്കാണ് കാണാൻ പറ്റുന്നത്. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഇതുവരെ ഈ 4 പേരിൽ ആരും ഓയൂർ തിയേറ്ററിൽ വന്ന് ഇന്നേ വരെ സിനിമ കണ്ടിട്ടില്ല. സംഭവം വേറെ കണ്ടല്ലോ, ലൈക് തിയേറ്ററിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ബുക്കും ചെയ്തില്ല, ലൈക് സീറ്റ് കാണുമെന്ന് വിചാരിച്ചത് മണ്ടത്തരായി പോയി. എന്നാലും വേറെ തിയേറ്റർ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ലൈക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്തത് ഒരുമാതിരി മറ്റേ 1980 കല്യാണം കാണാൻ വന്നിട്ട് കാണുന്ന കണക്കായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ലൈക്ക് സ്ക്രീൻ കൊള്ളായിരുന്നു. ക്വാളിറ്റി മോശമല്ലായിരുന്നാടാ, ക്വാളിറ്റി മോശമായിട്ട് തോന്നിയടാ. നമ്മളവിടെ ശ്രീധന്യയും ശൈലത്തിൽ ഇതേ കട്ടമ്പൊക്കലൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഇടുന്നതാണ്. അതെ അതെ, കർട്ടൻ പൊക്കല്. അതായത് തുടക്കത്തിലെ ഒരു കർട്ടൻ ഇങ്ങനെ പൊങ്ങി വരുമ്പോ അടിയിൽ കൂടെ തീയൊക്കെ ഉണ്ട് കേട്ടോ. അത് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഒട്ടും 90-ലെ വസന്തങ്ങൾ അവര് പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആ ഒരു തിയേറ്ററിന്റെ കാര്യം. ആദ്യം ചിന്തിരിക്കുമ്പോഴേ പറ്റില്ല. ഒരു 90s നോർത്ത് ഇന്ത്യൻ കല്യാണം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പാട്ടും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പരസ്യം. 90s അല്ല, മറ്റേ ഡൽഹിയിലെ ഉള്ള ഏരിയയിൽ മാത്രം ഭയങ്കര ഇതായിട്ട്, അതായത് ഭയങ്കര ഉള്ള ഏരിയകളിൽ നടത്തുന്ന കല്യാണങ്ങൾക്ക് മുമ്പ് ഇടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പാട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ബാർബർ ചോപ്പിലൊക്കെ അവിടെ ആദ്യം കയറി ചെയ്തപ്പോ ഞാൻ പറഞ്ഞേ മറ്റേ ദുരന്തറിലെ മറ്റേ ആദ്യത്തെ സീനാണ് ഓർമ്മ വന്നത്. അറ്റ്മോസ്ഫിയർ, ആ ഒരു എൻവയോൺമെന്റ് ആണ് കിട്ടിയത് അവിടെ. ഓക്കെ ഗായ്സ്, അപ്പൊ ബാത്റൂം ഇടുന്ന പറ്റില്ല, പാറ്റ ഗുളികയുടെ നാറ്റം ഉണ്ടായിരുന്നു. ആ കുറ്റപ്പെടുത്തല്ല, അതായത് നമ്മളെ അഭിപ്രായം ഇപ്പോഴും ഇങ്ങനെ തിയേറ്റർ ഉണ്ട്. അതായത് ഞാൻ ഇതുവരെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ശ്രീശൈലം, പക്ഷെ ഇല്ലടാ, ഒരിക്കലും അല്ലടാ. ശ്രീധന്യ പോലും ഇതിന്റെ കാട്ടിന്ന് കിടിലോ പോലും നല്ല കിടിലാണ് ശ്രീധന്യ. നമ്മളവിടെയുള്ള തിയേറ്റർ വെച്ച് ഇത് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അതായത് സീറ്റിംഗ് ക്വാളിറ്റി ആയാലും നമ്മള് ബാൽക്കണിയിലെ ഫസ്റ്റ് റോയാണ് ഇരുന്നത്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് നല്ല കുറച്ച് ഹൈറ്റിന്, നമ്മൾ ഇരിക്കുന്നതിന്റെ ഹൈറ്റിന് ഒരു കമ്പി വെച്ചിട്ടുണ്ട്. ഒരു കമ്പിയല്ല, അതായത് ഒരു ഗേറ്റ് മോഡൽ ചെറിയ സാധനം. അത് കാരണം നമുക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നീട് സൈഡ് കോർണറിങ് നോക്കുവാണെങ്കിൽ, കോർണറിങ് അല്ല, കോർണർ സീറ്റ് നോക്കുവാണെങ്കിൽ കോർണറിൽ ഇരിക്കുന്ന ആൾക്ക് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുമോന്ന് വെച്ചാൽ ഡൗട്ടാണ്. ഫുൾ സ്ക്രീൻ കാണാൻ ചേട്ടൻ ഇരുന്നായിരുന്നു. ഫുൾ സ്ക്രീൻ ഞാൻ പറഞ്ഞില്ല, ലൈക് 9:16 കാണാൻ പറ്റത്തില്ല, പക്ഷെ മറ്റേ 1:1 കണക്കാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ചില പോരായ്മകള് ഈ ഒരു കാരണം ആ സീറ്റ് അവിടെ വെക്കേണ്ട ഒരു കാര്യമില്ല. അതിലേക്ക് എന്തിനാണ് ആ സീറ്റ് അവിടെ വെറുതെ വെച്ചേക്കുന്നത്? കാരണം വ്യൂ ഇല്ലെങ്കിൽ പിന്നെ ആ സീറ്റ് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ലൈക്ക് അവർക്ക് പൈസ ഉണ്ടാക്കണമല്ലോ.